നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒരു യാത്ര പോകുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട്. യാത്ര കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ അമ്മമാർ പറയും, ഈ വാതിൽ പൂട്ടിയായിരുന്നോ, അല്ലെങ്കിൽ താക്കോൽ എടുത്തായിരുന്നു, പുറകുവശത്തെ വാതിൽ പൂട്ടിയായിരുന്നോ, കോഴിക്കോട് അടച്ചായിരുന്നോ എന്നിങ്ങനെ പല സംശയങ്ങളാണ് ഇവർക്ക്. ചിലപ്പോൾ അടച്ച് കാണുമായിരിക്കും, പക്ഷെ എങ്കിലും ഒരു സംശയം, ഒരു ഉറപ്പില്ല. തിരക്ക് പിടിച്ചൊക്കെ ആയിരിക്കും ഇറങ്ങിയത്. വീടിൻ്റെയും ഗേറ്റിൻ്റെയൊക്കെ വാതിലുകൾ പൂട്ടുന്ന കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധയുള്ളവരാണ് അല്ലേ? പക്ഷെ എന്നാൽ ഈ ഒരു ശ്രദ്ധ നമ്മുടെ ആത്മീയ കാര്യത്തിലുണ്ടോ എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രായ ഒരു വചനമുണ്ട്: വായ്ക്ക് വാതിലും പൂട്ട് നിർമ്മിക്കുക എന്നുള്ളത്. നമ്മൾ ഈ നോമ്പുകാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകാം മനുഷ്യന്, പക്ഷെ ഈ പ്രലോഭന ഹേതുവാകുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവന് ദുരിതം എന്നുള്ളതാണ്. അതിഗൗരവമേറിയൊരു തിന്മയാണിത്. ഇത് മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന് ഞാൻ കാരണമാകുന്നുണ്ടോ? എൻ്റെ സംസാരം മറ്റൊരാൾക്ക് പാപത്തിന് കാരണമാകുന്നുണ്ടോ? പലരുടെയും സംസാരം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അച്ഛാ, കുറ്റം പറയാന്ന് കരുതരുത്, എന്നിട്ടൊരു 5-6 കുറ്റം എന്ന് പറയും. ഇങ്ങനെ നേരത്തെ ജാമ്യം എടുത്ത് കുറ്റം പറയുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തെങ്കിലും നമുക്ക് ഈ നാവിനെ ഒന്ന് നിയന്ത്രിച്ചുകൂടെ? ഈ നാവിന് ഒരു വാതിലും ഒരു പൂട്ടുമൊക്കെ നിർമ്മിച്ചുകൂടെ? വചനം പറയാണ്, പരദൂഷണം പറയരുത്, പരദൂഷണം പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന്. പറ്റുവാണെങ്കിൽ ഈ വചനം നമ്മുടെ വീടിന്റെ ഭിത്തിയിലൊക്കെ ഒന്ന് എഴുതി വെക്കണം: വായ്ക്ക് വാതിലും പൂട്ട് നിർമ്മിക്കുക, വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുക.